ഹലോ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ അമ്മയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് എന്താ ഇട്ടത്? ഇതിൽ ആദ്യം ഒരു 2 മണി ഉലുവ, ഒരു 1/4 സ്പൂൺ ഉലുവ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ. ടൊമാറ്റോ അത് കഴിഞ്ഞിട്ട് ചതച്ച് വെച്ചതൊക്കെ ചതച്ചിട്ടാട്ടോ. പിന്നെ ഉലുവ ഒഴിവാക്കിയിട്ട് ഉലുവ, കടുകിന് പകരം ഉലുവ, പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും, പിന്നെ ചതച്ച് വെച്ച ചെറിയ ചുവന്നുള്ളി. അപ്പം ഇന്ന് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് ഒരു മത്തിക്കറിയാണ് കേട്ടോ. അപ്പം എനിക്ക് പൊതുവേ ഞാനൊരു മീൻ കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ഇപ്പം അടുത്തായും കൊണ്ട് ഈ ഒരു സ്റ്റൈലിൽ വെക്കുന്ന മീൻ കറി എനിക്കിഷ്ടമാണ്. അപ്പം ഇതൊരു ഉള്ളിയൊക്കെ ഇട്ടിട്ടൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് അമ്മ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കാണുക, ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കണം ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓടിപ്പോയി എടുത്ത വീഡിയോ ആണ്. എന്നാലും അമ്മ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഈ മൈക്കും സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മേൻ്റെ വോയിസ് ഒട്ടും ക്ലിയർ അല്ലായിരുന്നു, ഭയങ്കര ലോ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാം അമ്മ എന്തൊക്കെയാണ് പറഞ്ഞു തന്നേന്ന്. ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ ചുവന്നുള്ളി ചതച്ചിട്ടിട്ട് കൊടുത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് വഴന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം മണ്ണിൻ്റെ ചട്ടിയിൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം വഴന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ചട്ടി എങ്ങനെ പൊട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കാണിപ്പോൾ പണി കിട്ടിയത്. എവിടെയോ തട്ടി പൊട്ടിപ്പോയതാണ്. അത് വീണ്ടും പുതിയ ഒരെണ്ണം വാങ്ങിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം. അപ്പം ഇതാ വഴന്ന് വന്നു നന്നായിട്ട്. അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെറുതെ ഫോണും പിടിച്ചിരിക്കല്ലേ, ഇതൊന്ന് ഇളക്കി കൊടുക്കുമെന്ന് പറഞ്ഞത് പ്രകാരം ഇളക്കുവാണ് ഞാൻ. ഇത് അടി പിടിക്കത്തില്ലേ എന്ന് ചോദിച്ചതിനെ കണ്ടോ, ഇതാ ഈ നോട്ടം നോക്കിയെന്നെ ദഹിപ്പിച്ച് കളഞ്ഞത്. അമ്മ ആര് വേണമെങ്കിലും എന്ത് പറഞ്ഞാലും സമ്മതിക്കും. പക്ഷേ അമ്മേൻ്റെ പാത്രങ്ങളെ, അമ്മേൻ്റെ ചട്ടികളെയൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒട്ടും പിടിക്കത്തില്ല. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടെ കൊണ്ടുവന്നിട്ടു. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എപ്പോഴും മൺപാത്രങ്ങളാണ് കേട്ടോ. അത് എല്ലാ വെറൈറ്റീസ് ഓഫ് മൺപാത്രങ്ങളും അമ്മേൻ്റെ അടുത്തുണ്ട്. ഞാനൊരു വീഡിയോ അതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടൈം വീട്ടിൽ പോകുമ്പം ചെയ്യാം. അപ്പോൾ ഇത് പൊട്ടിയതാണെങ്കിലും കൂടിയിട്ട് അമ്മയ്ക്കിത് കളയാൻ മനസ്സ് വരുന്നില്ല, ഭയങ്കര കംഫർട്ടബിളാണെന്ന് പറഞ്ഞു. വർഷങ്ങളായിട്ട് അമ്മ ഉപയോഗിക്കുന്ന ചട്ടിയാണത്. അപ്പോൾ അടുത്തതായിട്ട് അമ്മ ഇതാ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ഫുൾ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പുളിയാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പം കുറഞ്ഞ മീനുകളുള്ളത് കൊണ്ട് ഈ ചട്ടിയിലും, കൂടുതൽ മീനുകളുണ്ടെങ്കിൽ കറി വെക്കാൻ ഇനിയൊരു ചട്ടിയും കൂടെ ഉണ്ട്. ഒരിക്കൽ എന്തായാലും ഞാൻ അമ്മയുടെ ഒരു ചട്ടി കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്കെന്നെ ഭയങ്കര അത്ഭുതമാണ് അത് കാണുമ്പോൾ. ഒത്തിരി വെറൈറ്റീസ് ഓഫ് പാത്രങ്ങളുണ്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ഇതിനകത്തോട്ട് ഇനി പുളി ഒഴിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ അമ്മ കല്ലുപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. കല്ലുപ്പിനെ കുറിച്ച് അമ്മ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ കല്ലുപ്പ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചപ്പം ഞാൻ മുന്നേ മെൻഷൻ ചെയ്തതുപോലെ ഈ വോയിസ് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം ആഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ അമ്മ വീട്ടിൽ കഴുകി ഉണക്കി പൊടിക്കുന്നതാണ്. മുളകും മഞ്ഞളൊക്കെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയൊക്കെ അടുത്തുള്ള മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുന്നതാണ്. അമ്മ ഇങ്ങനത്തെ മസാലകളോ, ഇങ്ങനത്തെ നല്ല ഒരു മസാലയും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഈ കടകളിൽ നിന്നൊക്കെ പൊടികൾ വാങ്ങുന്നതിന് പകരം വീടുകളിലൊക്കെ വാങ്ങിച്ച് കഴുകി ഉണക്കാനൊക്കെ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ബിക്കോസ് ഒത്തിരി മായങ്ങൾ ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ കറി പൗഡേഴ്സ് ആയാലും എന്ത് സാധനങ്ങളായാലും പുറത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ഒരു പരിധി വരെ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമ്മളിതാ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് പുളിയൊക്കെ പിഴിഞ്ഞമ്മ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒത്തിരി തിളച്ച് പോകണമെന്നല്ല, ചെറുതായിട്ടൊന്ന്
ചൂടായിട്ട് അതൊന്ന് തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് തിളയൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അത് ഏകദേശം ആവുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിനകത്തോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ? അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് എന്ത് ചെയ്യുക, മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മീനൊക്കെ അമ്മ ആദ്യമേ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വയൽ അമ്മ അവിടെയുള്ള പാത്രങ്ങളും സാധനങ്ങളൊക്കെ കഴുകി. അപ്പോൾ എനിക്ക് അമ്മ ജോലി ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ജോലി എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. മീൻസ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ദ വേ ഷീ ഹാൻഡിൽ ദ കിച്ചൺ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ ക്ലീനിങ്ങും എല്ലാം നടക്കും. ഇപ്പം ഞാനൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുക്കിംഗ് കഴിഞ്ഞ് ലാസ്റ്റായിരിക്കും ക്ലീനിങ്ങിലോട്ട് നിൽക്കുക. അമ്മ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് അങ്ങ് പോവും. അപ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗിയും കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെത്തേഡാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒത്തിരി പണിയുണ്ടെന്ന് തോന്നത്തില്ല. അപ്പോൾ ആ മീനുകൾ മെല്ലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇളക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, അതിങ്ങനെ പൊട്ടിപ്പോവാൻ പാടില്ല. മീനുകളിങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു പോവും. സോ അത് ഉണ്ടാവാതെ മെല്ലെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ ഇതിനെ കുറച്ച് നേരം അതിനകത്ത് അങ്ങ് കിടത്തുക. അതൊന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ മീൻ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. അടയ്ക്കാൻ ഉപയോഗിച്ച അടപ്പ് കണ്ടില്ലേ, അതും വീണ്ടും ഇതാ മൺകൊണ്ടുണ്ടാക്കിയത്. ഇതാ ഞാൻ പറഞ്ഞ ഒത്തിരി കളക്ഷൻസ് ഉണ്ടെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇതാ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കുകയാണ്. ഉപ്പ് നോക്കി നമ്മൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്കല്ല ഈ കയ്യിൻ്റെ കണക്കാട്ടോ, ഇങ്ങനെ സ്പൂണിലൊന്നും എടുത്തിട്ടല്ല അമ്മ അധികം ഇടാറുള്ളത്. ഇപ്പോൾ ഒരു പിടി അല്ലെങ്കിൽ ഒരു നുള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്ന കാണാം. അപ്പോൾ നമ്മളെ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ വാങ്ങി വെച്ചു. കുറച്ച് ഇനി നമുക്കൊരു ഇച്ചിരി ചോറൊക്കെ കൂട്ടി അങ്ങ് മീൻ കറി കഴിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ സ്റ്റൈലിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.